നമസ്കാരം. പഹൽഗാം ഭീകരാക്രമണത്തിന് മറുപടിയായിട്ടാണ് പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നിൽ പാകിസ്ഥാന്റെ സൈന്യത്തിനും ISIക്കും പങ്കുണ്ട് എന്ന് മനസ്സിലാക്കിയതിന് ശേഷമാണ് ഓപ്പറേഷൻ സിന്ദൂർ എന്ന സൈനിക നടപടി ഇന്ത്യ നടത്തിയത്. മെയ് മാസം 7-ാം തീയതി പുലർച്ചെയോടുകൂടിയാണ് ഈ ഓപ്പറേഷൻ സിന്ദൂർ എന്ന ആക്രമണം നടത്തിയത്. ആദ്യഘട്ടത്തിൽ ആക്രമണം നടത്തിയത് പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങൾക്ക് നേരെയായിരുന്നു. പാകിസ്ഥാനിലെ ലഷ്കർ ഇ തോയ്ബയുടെയും അതുപോലെ തന്നെ ജെയ്ഷെ മുഹമ്മദിൻ്റെയും ഒക്കെ ഭീകര കേന്ദ്രങ്ങൾ, ഭീകര പരിശീലന കേന്ദ്രങ്ങൾ, ഭീകരരെ താമസിപ്പിച്ചിരിക്കുന്ന സ്ഥലങ്ങൾ, ഇവിടങ്ങളിലൊക്കെയാണ് ഇന്ത്യ ആക്രമണം നടത്തിയത്. 9 ഭീകര കേന്ദ്രങ്ങളിൽ ഏതാണ്ട് 25 മിനിറ്റോളം നീണ്ട ആക്രമണത്തിൽ ഇന്ത്യ തകർത്തെറിഞ്ഞു. എന്നിട്ട് അതിനുശേഷം ആദ്യഘട്ടം ഇന്ത്യ തന്നെ അവസാനിപ്പിക്കുകയായിരുന്നു. ഇതിന് ഒരു മറുപടി ഉണ്ടായില്ല എങ്കിൽ ഇതിവിടെ തീരുകയാണ്. ഇല്ല, ഇത് ഏറ്റെടുത്തുകൊണ്ട് പാകിസ്ഥാൻ ഇന്ത്യയെ തിരിച്ചടിക്കാൻ മുതിരുകയാണ് എങ്കിൽ ഞങ്ങളുടെ കയ്യിൽ മറ്റു പദ്ധതികളുണ്ട് എന്ന് ഇന്ത്യ പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ ആ മുന്നറിയിപ്പ് വകവയ്ക്കാതെ പാകിസ്ഥാൻ ഇന്ത്യയെ ആക്രമിക്കാൻ ശ്രമിച്ചു. പാകിസ്ഥാന്റെ എല്ലാ ആക്രമണങ്ങളെയും ഇന്ത്യ ഫലപ്രദമായി പ്രതിരോധിക്കുകയും പാകിസ്ഥാന്റെ ഉള്ളിലേക്ക് കടന്ന് പാക് സേനാ താവളങ്ങൾ നിരന്തരം ആക്രമിക്കുകയും ചെയ്തു. പിന്നീടാണ് പാകിസ്ഥാന് പിടിച്ചു നിൽക്കാൻ കഴിയാതെ വരികയും ഈ വെടിനിർത്തൽ വേണം എന്നൊരു ആവശ്യം ഇന്ത്യക്ക് മുന്നിൽ വയ്ക്കുകയും ചെയ്യുന്നത്. ഇത് സമീപകാല ചരിത്രമാണ്, ഇതെല്ലാവർക്കും അറിയാവുന്ന കാര്യവുമാണ്. എന്നാൽ ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ച് നിരവധി കാര്യങ്ങൾ ഇപ്പോഴും പുറത്തു വരേണ്ടതായിട്ടുണ്ട്. അത്തരത്തിൽ ഒരു കാര്യമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അതായത് ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ ആദ്യഘട്ട ആക്രമണം നടന്ന് മണിക്കൂറുകൾക്കകം പാകിസ്ഥാൻ ഇന്ത്യയുടെ ഒരു ജലവൈദ്യുത നിലയം ആക്രമിക്കാൻ ശ്രമിച്ചു എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. മെയ് മാസം 7-ാം തീയതി പുലർച്ചെ നടന്ന ഇന്ത്യയുടെ വ്യോമാക്രമണം, ആ വ്യോമാക്രമണത്തിന് ശേഷം ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി പ്രദേശത്തുള്ള ഉറിയിലെ ജലവൈദ്യുത നിലയമാണ് ആക്രമിക്കാൻ പാകിസ്ഥാൻ ശ്രമിച്ചത്. ഡ്രോണുകൾ ഉപയോഗിച്ചാണ് ഈ ജലവൈദ്യുത നിലയം ആക്രമിച്ച് തകർക്കാൻ പാകിസ്ഥാൻ ശ്രമിച്ചത്. എന്നാൽ ഈ ഡ്രോണുകളെ ആകാശത്ത് വെച്ച് തന്നെ ഫലപ്രദമായി ഇന്ത്യൻ സൈന്യം പ്രതിരോധിക്കുന്നു. മാത്രമല്ല, ജനവാസ മേഖലകൾ ഉണ്ടായിരുന്നു. ഇവിടെ ഏതാണ്ട് 250ഓളം പേർ താമസിച്ചിരുന്നു. അവരെയെല്ലാം വളരെ സുരക്ഷിതമായി മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റുന്നു, ബങ്കറുകൾ ശക്തിപ്പെടുത്തുന്നു. പിന്നീട് പാകിസ്ഥാന്റെ ഒരു ആക്രമണം പ്രതീക്ഷിച്ച മട്ടിൽ തന്നെ ഇന്ത്യൻ സൈന്യം അവിടെ നിന്നും നിരപരാധികളായ ഗ്രാമീണരെ ഒഴിപ്പിക്കുന്നു. ഇതിനുശേഷമാണ് പാകിസ്ഥാന്റെ ഷെല്ലുകൾ ഈ ഗ്രാമത്തിൽ പതിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആൾനാശമൊന്നും ഉണ്ടായില്ല. ഡ്രോണുകളെ വളരെ ഫലപ്രദമായി പ്രതിരോധിക്കാനും ജലവൈദ്യുത പദ്ധതി, ആ ജലവൈദ്യുത ഡാമിനും മറ്റും ഒരു കേടുപാടുകളും വരുത്താതെ സംരക്ഷിക്കാനും ഇന്ത്യൻ സൈന്യത്തിന് കഴിഞ്ഞിരുന്നു. ഈ ആക്രമണത്തിൽ പങ്കെടുത്ത ഇന്ത്യൻ സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് മെഡലുകൾ സമ്മാനിക്കുന്നതിൻ്റെ ഭാഗമായി CISF നടത്തിയ ഒരു പരിപാടിയിലാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു ആക്രമണ ഉദ്ദേശം കൂടി പാകിസ്ഥാൻ ഉണ്ടായിരുന്നു എന്ന വിവരം പുറത്തു വരുന്നത്. ഉദ്ദേശം മാത്രമായിരുന്നില്ല, പാകിസ്ഥാൻ അതിന് ശ്രമിക്കുകയും ചെയ്തു. ഡ്രോണുകളും ഷെല്ലുകളും ഒക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് ഇന്ത്യയുടെ ഈ ജലവൈദ്യുത നിലയത്തെ ആക്രമിക്കാനുള്ള ശ്രമം നടന്നത്. പക്ഷേ പാകിസ്ഥാന്റെ ആ ശ്രമം വിജയിച്ചില്ല. ഉറി ജലവൈദ്യുത നിലയം ഇപ്പോഴും പ്രവർത്തിക്കുന്നുണ്ട്. ആ ജലവൈദ്യുത നിലയത്തിന് യാതൊരു കേടുപാടുകളും സൃഷ്ടിക്കാനും കഴിഞ്ഞില്ല എന്നു മാത്രമല്ല, ജനവാസ മേഖലകൾ ആക്രമിച്ചുകൊണ്ട് പാകിസ്ഥാന്റെ ആക്രമണത്തിന് തെളിവ് നേടാനുള്ള ശ്രമം അതും പരാജയപ്പെടുകയാണ്. ജനവാസ മേഖലകളിൽ നിന്ന് ജനങ്ങളെ ഈ ആക്രമണം മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ ഒഴിപ്പിക്കാൻ ഇന്ത്യൻ സൈന്യത്തിന് സാധിച്ചു. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്.